ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ നമ്മളുടെ എക്സൽ യുവർ കരിയർ എന്ന് പറയുന്ന നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് നമ്മളൊരു ജോബ് ഹണ്ടിന് പോകുമ്പോൾ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ഈ പിരമിഡ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ഈ പിരമിഡിൽ നമുക്ക് കണ്ടറിയാം ഒരു എംപ്ലോയർ ഏത് രീതിയിലാണ് അവരുടെ ജോബ് പോസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മളെ പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡയറക്ഷൻ കാണിക്കുന്ന ഒരു പിരമിഡാണ്. ഫോർ എക്സാമ്പിൾ വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനി, കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, ഒരു മാനേജറിൻ്റെ വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവരേറ്റവും ആദ്യം അവരുടെ ടീമിൽ ഇപ്പോൾ ഓൾറെഡി ഒരു പുതിയ പൊസിഷൻ വരികയാണ്, അവരുടെ ടീമിൽ ഉള്ള ഒരു നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു അസോസിയേറ്റ് ലെവലുള്ള ഒരാളെയോ അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ലെവലുള്ള ഒരാളെയോ കണ്ടുവച്ചിട്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കും. അപ്പോൾ എന്താണ്, ആ വ്യക്തി കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യും, നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഇറ്റ്സ് എ വിൻ വിൻ ഓപ്പർച്യൂണിറ്റി ഫോർ ബോത്ത് ഓഫ് ദം, അല്ലേ? രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 80%, അതായത് ഹയറിങ്ങിൻ്റെ ഒരു 80% നടക്കുന്നത് കോണ്ടാക്ട്സ് ഫ്രം എക്സിസ്റ്റിംഗ് സ്റ്റാഫാണ്. അതായത് ഈ ജോബ് സൈറ്റിലും മറ്റു സൈറ്റിലൊക്കെ കൊടുക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യും? ഒരു മെയിൽ അയക്കും, നമുക്ക് ഇന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം. നിങ്ങൾക്ക് റെഫർ ചെയ്ത് എംപ്ലോയിഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് കമ്മീഷൻ ചില കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. 10,000 20,000 നിങ്ങൾ കൊടുക്കും. കാരണം എന്താണ്, ഒരു നോക്കറി പോലത്തെ ഒരു സൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഭയങ്കര എക്സ്പെൻസ് ആണ്. ഈ ഒരു എംപ്ലോയിക്ക് ഒരു 10,000 കൊടുക്കണതിൻ്റെ ഒരു 10 ഇരട്ടി ഇവിടെ കൊടുക്കേണ്ടി വരും, 1 ലാക്കോ 2 ലാക്കോ ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും? കമ്പനീസ് എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ കൊടുക്കും. പിന്നെ ത്രൂ നെറ്റ്വർക്കിംഗ്, ഇപ്പോൾ HR മാനേജേഴ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ, ഹയറിംഗ് ആളുകളൊക്കെ ലിങ്ക്ഡിനിലൊക്കെ ഒരുപാട് ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് ഒരുപാട് കോൺടാക്ട്സ്, ഓരോ നെറ്റ്വർക്കിങ്സ് ഉണ്ടാവും. പിന്നെ ഒരുപാട് ആളുകൾ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് നെറ്റ്വർക്കിംഗ് കൂടെ അവർക്ക് ഫ്രീ ആയിട്ട് ആളുകളെ ഹയർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് വഴി, അതായത് ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് വഴിയും ഒക്കെ റിക്രൂട്ട്മെന്റ്സ് നടക്കാം. പിന്നെ റിക്രൂട്ടിംഗ് ഏജൻസി, ഫോർ എക്സാമ്പിൾ ഇവിടെ ചെറിയ ചെറിയ ഏജൻസീസ് ഒരുപാടുണ്ട്. അവർക്കും ഒരു പക്ഷേ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് മാത്രമായിരിക്കും പൈസ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് മാത്രമായിരിക്കും വാങ്ങിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അവർക്ക് ചാർജസ് വരികയാണ്. കമ്പനിക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒന്നും ചാർജസ് ഇല്ല, ഇവിടുന്ന് അങ്ങോട്ട് കമ്പനിക്ക് ചാർജസ് വരികയാണ്. പിന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസി അത് കഴിഞ്ഞാൽ ടോപ്പ് ജോബ് ബ്രാൻഡ്സ്, അതായത് ഫോർ എക്സാമ്പിൾ നോക്കറി അതുപോലെയുള്ള വലിയ വലിയ ബ്രാൻഡുകളുടെ എന്താ പറയുക സൈറ്റിൽ ഇവർ രജിസ്റ്റർ ചെയ്യുന്നുള്ളത്. ഇത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഒരു 100 വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ആദ്യം ഇവിടം വരെ ട്രൈ ചെയ്യും. ഈ ട്രൈ ചെയ്ത് നടക്കാത്ത കേസസ് മാത്രമേ ഇങ്ങോട്ട് പുഷ് ചെയ്യുള്ളൂ അവർ. അപ്പം ഇത്രയും വലിയ വൈഡർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മിസ്സാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾക്കും ഇത് ഈ ആരോ നേരെ തിരിക്കാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഇപ്പോൾ നിങ്ങളുടെ ഡ്രീം കമ്പനി ഏതാണോ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ കൂടെയും അതുപോലെ തന്നെ മറ്റ് ഓപ്ഷൻസിൽ കൂടെയും ലിങ്ക്ഡിനെ കൂടെയും നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യുക. ഒരു ഹായ് അയക്കുക, ഹായ് അയച്ചിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരായിട്ട് കൂടുതൽ ചോദിക്കുക, അവരോട് ചോദിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ഇത് ഇവിടുന്നാണ് നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ജോബ് ബ്രാൻഡ്സ് ഡെഫിനറ്റ്ലി അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നിങ്ങൾക്ക് റിസൾട്ട് രണ്ട് സൈഡിൽ നിന്നും കിട്ടും, പക്ഷേ നമുക്ക് ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വൈസ് വേഴ്സ ഒന്ന് ചെയ്തു നോക്കിയേ, നിങ്ങളുടെ കരിയറിൽ തീർച്ചയായിട്ടും ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് ടോപ്പിക്. ഹാവ് എ ഗുഡ് ഡേ. വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.